ഒരു ബ്രഹ്മചാരി തീർത്ഥാടനത്തിന് പോകാനൊരുങ്ങുകയാണ്. മഠാധിപതി പറഞ്ഞു, അപ്പോൾ പൈസ വേണ്ടേ? വേണം. തൽക്കാലം കുറച്ച് ദൂരം പോകാനുള്ള പൈസയൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം ഒരു 50 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സ്വാമിജി, ഇത് 2 വണ്ടിക്കൂലി കൊടുക്കുമ്പോഴത്തേക്ക് തീരും. മറിച്ച് ഞാൻ ഒന്ന് നോക്കട്ടെ, പോയിട്ട് പണിയൊക്കെ നടക്കുന്നില്ലെങ്കിൽ, കാരണം അദ്ദേഹം വർത്തമാനം പറഞ്ഞു, ഇന്ന് പഴയ കാലമല്ല, പണ്ടൊക്കെ സന്യാസം നടക്കുമായിരുന്നു, ഇന്ന് സന്യാസവും നടക്കുന്ന കാലമല്ല. ഇന്ന് മറ്റു മതങ്ങളുണ്ട്, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കളിൽ തന്നെ പലർക്കും ഇതിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് തീർത്ഥാടനമൊന്നും നടത്താവുന്ന കാലമല്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ സന്യാസത്തിനും അർത്ഥമൊക്കെ ഉണ്ടാവുള്ളൂ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമൊക്കെ നടക്കുകയുള്ളൂ. പൈസയ്ക്ക് പൈസ വേണ്ടേ? ഇപ്പം സനാതനധർമ്മം സനാതനമല്ല, കാരണം ഇതൊന്നും ഇപ്പം നടക്കുകയില്ല. ഇപ്പം ബ്രഹ്മചാരി ഓർത്തു, കുറേ കാലമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നു സനാതനം സനാതനം. കാര്യത്തോടെടുത്തപ്പോൾ ഇപ്പം സനാതന അല്ല. എന്താ ചെയ്യുക? ഏതായാലും പറഞ്ഞ പോലാണോ നോക്കാം, ഒന്നുമില്ല, ഒന്ന് ഇറങ്ങി നോക്കാം, നടക്കുമോ? അപ്പോഴാ 50 രൂപ കൊടുത്തത്. വേണ്ടാന്ന് പറഞ്ഞില്ല, ഇത് 2 വണ്ടിക്കൂലി കൊണ്ട് തീരും. മറിച്ച് ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിഷമിക്കും. അപ്പോൾ ഞാൻ ആരോടെങ്കിലും തണ്ടണം. ഇതുണ്ടല്ലോ എന്നുള്ള ഓർമ്മയിൽ ഞാനൊന്ന് തണ്ടട്ടെ. കിട്ടുന്നില്ലെങ്കിൽ ഞാനൊന്ന് പറയുമ്പോൾ ആ അഡ്രസ്സിലേക്ക് ഇതിലെ അയക്കാനുള്ള ചാർജ് ഉപയോഗിച്ച് ഇതൊന്ന് അയച്ചാൽ എനിക്ക് അവിടുന്ന് വേഗം ഇങ്ങ് വരാം. അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അത് നല്ലതാണ്, പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അയാളിറങ്ങി. ഒന്നുമില്ലാതെ അയാളിറങ്ങി. കൊടയും വടിയും ഒന്നുമില്ലാതെ അയാൾ തെണ്ടി. എല്ലാം അയാൾക്ക് വേണ്ടതൊക്കെ ലഭിച്ചു. അയാൾ ആരോടും ആഹാരം ചോദിച്ചില്ല. ആളുകൾ ആഹാരവും കൊണ്ടുവന്നു. അയാൾ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നിനി ആഹാരമൊന്നും കഴിക്കണ്ടെന്ന് തീരുമാനിച്ചു. ഒരു ദിവസം ഒന്ന് ഉപവസിക്കാം, വിശപ്പുണ്ട്, എന്നാലും തീരുമാനിച്ചു ഇന്ന് കഴിക്കണ്ട. ചോദിച്ചില്ല, ആരോടും ചോദിക്കാറില്ല. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു. അതിൻ്റെ മൂലയ്ക്ക് എല്ലാം വേവിച്ച് കഴിച്ച ഒരമ്മ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരാൾ അപ്പുറത്ത് കിടക്കുന്നു, ഒരു ഭിക്ഷക്കാരൻ. അയാൾ കഴിച്ചിട്ടില്ല. അവരെ പാത്രമൊക്കെ തേച്ച് കഴി, നല്ലപോലെ വൃത്തിയായി കഴി, പുതുതായിട്ട് അരിയൊക്കെ ഇട്ട് കഞ്ഞി വെച്ചു, ചമ്മന്തിയൊക്കെ അരച്ചു, കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, മഹാത്മൻ അങ്ങ് കിടക്കുന്ന കണ്ടുകൊണ്ടാണ് കഞ്ഞി കൊണ്ടുവന്നത്, എനിക്ക് ഉറക്കം വരുന്നില്ല, കഴിക്കണം. ആ ബ്രഹ്മചാരി ലോകം ചുറ്റിയിട്ട് വന്ന് അദ്ദേഹത്തോട് പറയുണ്ടായി, ഇന്നും ധർമ്മം സനാതനമാണ്, ധർമ്മം ശാശ്വതമാണ്, ധർമ്മത്തിന് പാടില്ല. പക്ഷെ ഇറങ്ങാനും യാത്ര ചെയ്യാനും തുടങ്ങുമ്പോൾ സത്യമറിയണം. കിഞ്ചന നാസ്തി നാസ്തി, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. യാതൊരെനിക്കാണോ ഒന്നും തന്നെയില്ല. യാതൊന്ന് വാങ്മനസഗോചരം, വാക്കിനും മനസ്സിനും വിഷയമായതൊക്കെ തത്സർവം, അതെല്ലാം യസ്യമേ യാതൊരെൻ്റേതാണോ. ഈ ലോകത്തിലെ വസ്തുക്കളൊക്കെ, വാങ്മനസഗോചരങ്ങളായ വസ്തുക്കളൊക്കെ എൻ്റേതാണ്.
ഒന്നും എൻ്റെയല്ല. വാക്കുകൊണ്ട് പറയാവുന്നത് എന്തെല്ലാം ഈ ഭൂമിയിലുണ്ടോ അതത്രയും എൻ്റേതാണ് എന്നൊരു മനസ്സേ ഉള്ളൂ. മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്നത് അത്രയും എൻ്റേതാണ്. അതിൽ കുറച്ചേ വരുള്ളല്ലോ കണ്ണും മൂക്കും ചെവിയും കൊണ്ട് കാണുന്നതൊക്കെ അല്ലേ. ഏറ്റവും വലിപ്പത്തിൽ കാണുന്ന രണ്ട് സാധനം പ്രഥമമല്ലന്മാർ വാങ്മനസഗോചരം. വാക്കും മനസ്സും കൊണ്ട് കാണാവുന്നതായത് സകലതും എൻ്റെയാണ്. ലൗകിക ജീവിതത്തിലും എവിടെ ചെന്ന് നിൽക്കുമ്പോഴും ഇതെല്ലാം എൻ്റെയാണെന്ന് രക്ഷിക്കുമ്പോൾ തോന്നുകയും എന്തെങ്കിലും എൻ്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടി ഒന്നേൽ കൈതൊടുമ്പോൾ ഇതൊന്നും എൻ്റെ അല്ലെന്നറിയുകയും ചെയ്യുന്നവന് ഒരിക്കലും ഒരിടത്തും ദുഃഖമുണ്ടാവില്ല. അതാ ഏറ്റവും ശുദ്ധമായ മാനേജ്മെൻറ്റ് തിയറി. ഈ ഭൂമിയിലുണ്ടാകുന്നതൊന്നും സ്വാർത്ഥലേശത്തിനായി എന്ന് ധരിക്കാതെ സംരക്ഷണത്തിനും വികാസത്തിനും എല്ലാം എൻ്റേതാണെന്നും അധർമ്മത്തിനും സ്വാർത്ഥതയ്ക്കും ഒന്നും എൻ്റേതല്ലെന്നും യാതൊരുവൻ പഠിച്ചുവോ അവൻ എല്ലാവരുടെയുമാണ്, എല്ലാവരും അവനാണ്. ഇതിനിടയിൽ അല്പം ലൗകിക പറഞ്ഞത്, അത് ജനകൻ പറഞ്ഞതിലുള്ളതല്ല. അത് ജനകൻ പറഞ്ഞതിലുള്ളതല്ല. അതിൻ്റെ അതിസൂക്ഷ്മമായ തലത്തിൽ നിന്ന് അല്പം സ്ഥൂലതലം കൂടെ. അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ പോകുമ്പോൾ ഒരു ഹാളും രാവിലെ മുതൽ കുറച്ച് ആളുകളും എന്തൊക്കെയോ സ്വാമി വിളിച്ച് പറയുകയും ചെയ്യുന്നു. അങ്ങേയറ്റത്തെ ജനലിൽ നിന്ന് എത്തി നോക്കി നിങ്ങളെ നോക്കി എന്നെ നോക്കി, രണ്ടാമത്തെ ജനലിൽ നിന്ന് ഒന്നുകൂടെ എത്തി നോക്കി നിങ്ങളെ നോക്കി എന്നെ നോക്കിയോ കടന്നു പോയിച്ച് ഒന്നാം ദിവസവും കഴിഞ്ഞ് രണ്ടാം ദിവസവും കഴിഞ്ഞ് രവിയെ പോലുള്ളവർ എന്തോ ഇവരിങ്ങനെ ഇരിക്കുന്നേ എന്ന് വിചാരിച്ച് കയറി ആദ്യം പുറകിലൊന്നിരുന്ന് പിന്നെ മുമ്പോട്ടിരുന്ന് അങ്ങനെയാണ് രവി അവിടം വരെ വന്നിരിക്കുന്നത്. ഇരിക്കുമ്പോൾ അവർക്കും എന്തെങ്കിലും വേണമല്ലോ അതിനുള്ളത്. അതിനുള്ള എളുപ്പവാക്യം ഈ സന്ദേശത്തിൽ നിന്ന് പഠിക്കാം. ഏതൊന്നിങ്ങോട്ടെടുക്കുമ്പോഴും എൻ്റെ അല്ലെന്ന് ആരൊരുവൻ അറിയുന്നുവോ, ഏതൊന്ന് അങ്ങോട്ടിടുമ്പോൾ എല്ലാം എൻ്റെയാണെന്നറിയുന്നുവോ എന്നും അവൻ ആനന്ദത്തിലാണ്. മനസ്സിലായില്ല. ദിസ് ഈസ് ദ ഓൺലി മാനേജ്മെൻറ്റ് തിയറി. നിങ്ങൾ ഉണ്ടാക്കിയ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും കുട്ടികളും ഇരിക്കുന്നിടത്ത് നിങ്ങൾ തന്നെ സമ്പാദിച്ചു കൊണ്ടുവന്ന പണത്തിൽ നിന്ന് 5 രൂപ എടുത്ത് ചെലവാക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും മൂട് കഴിച്ചിട്ടില്ലാത്ത, അങ്ങനെയാണ് നിങ്ങളുടെ ഭാഷ, അത് തന്നെ പറയാം, നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടികളും എന്തിനാണിത് എടുത്തുകൊണ്ട് പോകുന്നതെന്നൊന്ന് നോക്കും. am I right? ഇതോർമ്മയുണ്ടെങ്കിൽ ഇതവരുടെ നന്മയ്ക്കാണെന്ന്, ഇതിൻ്റെ തന്നെ വികാസത്തിനാണെന്ന് വാക്കുകൾ കൊണ്ട് പറയാതെ അത് ബോധ്യപ്പെടുന്ന കാര്യത്തിനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ
നിങ്ങൾക്കവർ അസ്വസ്ഥതകൾ ഉണ്ടാക്കില്ല. മനസ്സിലായില്ല? ബോധ്യപ്പെടും. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ബോധ്യപ്പെടും. ബോധ്യപ്പെട്ടേ മതിയാവും. പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെന്തോ തകരാറുണ്ടെന്ന് കണ്ടാൽ മതി. അവരെ കരുതണ്ട. കാരണം എല്ലാ തിരുത്തലുകളും നമ്മിലാണ്, അവരിലല്ല. അവരില്ല. ഇത്രയും പഠിച്ചിട്ടും തിരുത്തൽ വെളിയിലില്ല. അവരില്ല. എന്തെടുക്കുമ്പോഴും ഇതെനിക്കല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ സഹായിക്കും എടുക്കാൻ. എന്തതിൻ്റെ വളർച്ചയ്ക്ക് അങ്ങോട്ട് വയ്ക്കുമ്പോഴും എല്ലാം എൻ്റെയാണെന്ന ബോധത്തോടെ സൂക്ഷിച്ചു വെച്ചാൽ അതും അവർക്ക് സന്തോഷമാവും. അങ്ങനെ ബോധം വന്നവന് എന്തിന് വീട്, എന്തിന് കുടുംബം, എന്തിനാശ്രമം, എന്തിന് ധർമ്മം, എന്തിനധർമ്മം? അതാണ് ഉപരിലോകം. ഇതെവിടെയും സത്യമാണ്. ആകെ സത്യം ഇതേയുള്ളൂ. താമസിക്കുന്നിടം ഒന്നും മാറ്റണ്ട. മാറണ്ടപ്പോൾ മാറിപ്പൊക്കോളും. ഒന്നിൽ നിന്നും ഓടി ഒളിക്കണ്ട. ഒരിടത്തേക്കും പുതുതായി പോകണ്ട. ഒരിടത്തു നിന്നും വരണ്ട. ഇതാണ് സത്യം. ഇതാണ് അഭയം. ഇത് ഇത്രയേറിയുണ്ടു. ഇത് വെറും ലൗകികം. ഇതിലെ ആത്മീയത പഠിക്കുമ്പോൾ അതിനിടയിൽ ഒരു ചെറിയ കാര്യം ഇത്രയെങ്കിലും പഠിച്ചാൽ നിങ്ങളുടെ ബോധം കുടുംബബോധത്തിലേക്ക് അർപ്പിക്കുമ്പോൾ ആ അർപ്പണത്തോടെ നിങ്ങളുടേതല്ലാതായെന്നും കുടുംബബോധത്തിൻ്റെതായെന്നും അതിൽ നിന്ന് എടുക്കണമെങ്കിൽ ആ ബോധത്തിൻ്റെ അനുജ്ഞ വേണമെന്നും മറക്കരുത്. ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ ഇഷ്ടത്തിനാണ്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മറ്റേ മനസ്സ് പറയും. മനസ്സിലായില്ല? ഏതൊന്ന് ബോധസത്തയിലേക്ക് അർപ്പിക്കുന്നുവോ ആ ബോധങ്ങളൊന്നും ചലിക്കാതെ വിനിയോഗിക്കണം. കർമ്മത്തിലും ബ്രഹ്മത്തിലും ആനന്ദം അത് മാത്രമാണ്. അഭയമതാണ്, ധൈര്യവും അതുതന്നെയാണ്. ഇവിടെ അതിനോട് കടന്നൊരാധ്യാത്മികതയിൽ ധനരഹിതൻ അവൻ, ധനത്തിനെല്ലാം പ്രഭവം എന്ന് കാളിദാസൻ കുമാരസംഭവത്തിൽ പറയും. കേട്ടിട്ടുണ്ടാവും. ഇല്ല. പാർവതി പഞ്ചാഗ്നി മധ്യസ്ഥതയായി തപസ് ചെയ്യുന്നുണ്ട്. അതും കേട്ടിട്ടില്ല. ബാലയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. മുകളിലൊരു സൂര്യനും ചുറ്റും കുറേ തീയുമൊക്കെ കൂട്ടി ഒരു പെങ്കൊച്ചിനെ വേഷവും കെട്ടിച്ച് നടുക്ക് നിർത്തി ഡാൻസ് ചെയ്യും. ഇത് കണ്ടു കഴിയുമ്പോൾ ഇതുപോലെയാണ് പാർവതി തപസ് ചെയ്തതെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. 5 ഭൂതാഗ്നികൾക്ക് മധ്യസ്ഥിൽ പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വൻ ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിൽ
അത് മനസ്സിലാകണമെങ്കിൽ ഉപനിഷത്ത് പഠിക്കണം. ഇല്ലെങ്കിൽ നാടകം എഴുതുന്നവൻ തീ കത്തിക്കാൻ പോകും. മനസ്സിലായില്ല? 5 തീക്കുണ്ടം ഉണ്ടാക്കി അതിൻ്റെ നടുക്ക് കയറുന്ന 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല ഐസ് പോലെയാവും. കാരണം വെച്ചാൽ മനുഷ്യ ശരീരത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ പിന്നെ നിൽക്കാൻ പറ്റുകയില്ല. അടുക്കള പണിയെടുക്കുന്നവരോട് ചോദിച്ചാൽ മതി. ഒരു 5-8 ദിവസം തീക്കടുക്ക നിന്ന് ശീലമായി കഴിഞ്ഞാൽ പിന്നെ തീയില്ലാതെ നിൽക്കാൻ പറ്റില്ല. പിന്നെ കിടക്കുന്നിടത്ത് 2 തീക്കുണ്ടം ഉണ്ടാക്കിയിട്ടേ കിടന്നുറങ്ങുള്ളൂ. മനസ്സിലായില്ലേ? ട്രെയിനിൻ്റെ എൻജിൻ മുറിയിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കിടന്നുറങ്ങുന്നവൻ വീട്ടിൽ ചെന്നാലും അതുപോലൊരു ശബ്ദം ഉണ്ടാക്കുന്ന സാധനമില്ലേ, അവൻ ഉറക്കം വരത്തില്ല. അതാണല്ലോ എറണാകുളംകാർ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, കൊതുകില്ലായിരുന്നു. ശരീരത്തിൻ്റെ പ്രത്യേകതയത്. ഇതിൽ ശശിയാണെന്ന് തോന്നുന്നു, ഇറങ്ങി കടയിലൊക്കെ പോയി ചോദിച്ചു കുറച്ച് കൊതുകിനെ കിട്ടുമോ ഒന്ന് ഉറങ്ങാൻ. മനുഷ്യ ശരീരത്തിന് ഈ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ ഏതുമായി താതാത്മ്യം പ്രാപിക്കുന്നുവോ അതായിത്തീരും. അതുകൊണ്ട് ബാഹ്യമായ അഗ്നിക്കൊന്നും മനുഷ്യന് ചൂട് തരാൻ പറ്റില്ല. അതുകൊണ്ട് പാർവതി തപിച്ചത് ബാഹ്യാഗ്നിയിലല്ല, പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിൽ. അഞ്ചിന്ദ്രിയങ്ങളും കത്തിച്ച അഗ്നിയിൽ, ഭൂതാഗ്നിയിൽ, പഞ്ചഭൂതാഗ്നിയിൽ. ഈ ശരീരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസായ 5 ഭൂതാഗ്നികളിൽ ശരീരത്തെ തപിച്ച് ആത്മബോധത്തിലേക്ക് എത്തുന്ന പ്രക്രിയ. അങ്ങനെ എത്തിക്കഴിഞ്ഞ് സാക്ഷാൽ ശിവൻ, ജനകൻ അത്ഭുതപ്പെട്ട് കണ്ട പോലെ പാർവതിയും കണ്ടു. ഇയാൾ വന്നു, ഒന്നുമില്ലാത്തവനായിട്ടാണ് വന്നിരിക്കുന്നത്, വെറും ഭിക്ഷക്കാരൻ. ഇയാൾ വരുന്നതിനും പൊരുത്തം വന്ന് പരിചയപ്പെടുത്തി, ഇവന് ഒന്നുമില്ല. നാരദൻ പറഞ്ഞു, ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ കാളപ്പുറത്ത് കയറി നടക്കേണ്ടി വരും, ക്വാളീസൊന്നുമില്ല പോകാനായിട്ട്. അതുകൊണ്ട് പെങ്കൊച്ചേ നീ വെള്ളത്തിലാണ്, കാരണം ആകെയുള്ള വാഹനം കാളയാണ്. ഉടുക്കാൻ തുണിയൊന്നും ഓടിയില്ല, തോലിൻ്റെ ഒരു മുറിയേ കിട്ടുള്ളൂ ഉടുക്കാൻ. അതുകൊണ്ട് ഈ പണിക്ക് പോകാതിരിക്കുക നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള പറയുന്ന മറുപടിയുടെ കൂടെ ഉള്ളതാണ്. ധനരഹിതനാണവൻ, ധനത്തിൻ്റെ എല്ലാം പ്രഭവമാണ്. ബോധം വിചാരിച്ചാൽ ഉണ്ടാകാത്ത ധനമൊന്നുമില്ല. കാരണം അവൻ ബോധസ്വരൂപനാണ്. അപ്പോൾ ആ ബോധമാണ് എല്ലാ ധനവും, എല്ലാ ധനരാഹിത്യവും. ഒരുമിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെയും പറയുക, മഹാരാജാവായ ജനകൻ ശുദ്ധ മുക്ത ബുദ്ധ കേവല ബോധമെന്ന നിലയിൽ ഒന്നുമില്ലാത്തവനാണ്. യാതൊരെനിക്കാണോ കിഞ്ചനനാസ്തി, ഒന്നുമില്ലാത്തത് മറ്റൊരു പ്രകാരത്തിൽ അഥവാ സോപാധികതയിൽ വാങ്മനസഗോചരം തത്സർവം യസ്യമേ, വാക്കിനും മനസ്സിനും ഗോചരമായ സമസ്തവും യാതൊരെനിക്കാണോ ഉള്ളത്, യാതൊരെൻ്റേതാണോ ആ എനിക്കായിക്കൊണ്ട് നമസ്കാരം.